ഇൻഫോമോൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇനി ഇലക്ഷൻ വരുന്ന സമയമാണല്ലോ, അതുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇവിടെ ലാപ്ടോപ്പാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിനായി ആദ്യമേ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ISG ഇലക്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊരു പേജാണ് വരുന്നത്. ഇതിൽ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ISG ഇലക്ഷൻ അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന ലിങ്കും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ അറിയാമെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. അതിനായി ആദ്യമേ സെർച്ച് വോട്ടർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെയൊരു പേജ് വരും. ഇതിൽ ഡിസ്ട്രിക്റ്റ് എന്നുള്ളിടത്ത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വരുന്ന എൻ്റർ വോട്ടർ ID കാർഡ് നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നീട് വരുന്ന ക്യാപ്ച എന്നുള്ള ഈ ഓപ്ഷൻ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സബ്മിറ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് ഉള്ളൊരു പേജാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മളുടെ ഡിസ്ട്രിക്റ്റ്, നമ്മളുടെ പഞ്ചായത്ത്, വാർഡ്, നമ്മൾ ഏത് പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട് ചെയ്യാൻ പോകേണ്ടത്, നമ്മുടെ പേര്, വീട്ടുപേര്, ഏജ് മുതലായ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി ഈ പേജ് ക്ലോസ് ചെയ്യാം. ഇനി ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ അറിയില്ലെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് കാണിക്കാൻ പോകുന്നത്. അതിനായി വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. ഇതിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ലോക്കൽ ബോഡി എന്നുള്ളിടത്ത് നിങ്ങളുടെ പഞ്ചായത്ത് സെലക്ട് ചെയ്യാം. പിന്നീട് വാർഡ് എന്നുള്ളിടത്ത് ഓപ്ഷൻ അടിച്ചു കൊടുക്കാം. പോളിംഗ് സ്റ്റേഷൻ എന്നുള്ളിടത്ത് വരുന്ന ഓപ്ഷനിൽ നിന്ന് നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലാംഗ്വേജ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷോ മലയാളമോ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ കാണുന്ന ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെർച്ച് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇതിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ, ഈ ഓപ്ഷൻസ് എല്ലാം ഇതിൽ നിന്ന് അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് നമുക്ക് താഴോട്ട് എന്താണെന്ന് നോക്കാം. ഇനി ഇതിൻ്റെ എൻഡിലേക്ക് പോകുമ്പോൾ കൂട്ടിച്ചേർക്കലുകൾ, തിരുത്തലുകൾ, ഒഴിവാക്കലുകൾ, ഈ ഓപ്ഷൻസ് എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.